നിലയിലാണ്. ലീഡ് നിലയിൽ 4757 എന്ന അക്കം എന്ന സംഖ്യ അവിടെ ഉണ്ടെങ്കിൽ പോലും ക്ഷീണമുണ്ടായിട്ടുണ്ട് ഷൗക്കത്തിന്. പക്ഷെ അപ്പോഴും നമ്മൾ ചരിത്രം മറക്കാൻ പാടില്ലല്ലോ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അവിടെ ജയിച്ചു വന്നത് PV അൻവറാണ്, LDF ആണ്. ആ LDFിൽ നിന്നാണ് PV അൻവർ ഇറങ്ങിപ്പോയത്. PV അൻവർ ആദ്യം ശബ്ദമുയർത്തിയത് പിണറായി വിജയനെതിരെയാണ്, പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെയാണ്, പിണറായിസത്തിനെതിരെയാണ്. പിന്നീട് താൻ പറഞ്ഞയാളെ മത്സരിപ്പിക്കാൻ UDF തയ്യാറാകാതെ വന്നപ്പോൾ അവിടെ സതീശനെതിരെ അൻവർ തിരിഞ്ഞു. സതീശനിസം ചോദ്യം ചെയ്യപ്പെട്ടു. ആദ്യം താൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു മാറി നിന്നെങ്കിലും വളരെ പെട്ടെന്ന് പതിവ് പോലെ തീരുമാനം മാറ്റി PV അൻവർ മത്സരരംഗത്ത് സജീവമായി. എന്നിട്ട് അൻവർ തൻ്റെ ഭാവി എന്താകുമെന്ന ചോദ്യത്തിന് മുന്നിൽ പതറി നിന്നപ്പോഴും പ്രതീക്ഷയോടെ അയാൾ പറഞ്ഞത് 75,000 വോട്ട് നേടുമെന്നാണ്. അതൊന്നും സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. അൻവർ ജയിക്കാനും സാധ്യത വളരെ കുറവാണ്. പക്ഷേ അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരെ ജയിപ്പിക്കും, ആരെ തോൽപ്പിക്കുമെന്നത് വരാനിരിക്കുന്ന കാലത്തിൻ്റെ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയവും വേണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ വിദൂരത്തല്ല എന്നോർക്കണം. ഷൗക്കത്തിന് ലീഗിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ആര്യാടൻ മുഹമ്മദും ലീഗും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, പിന്നീട് ആര്യാടൻ ഷൗക്കത്ത് വന്നപ്പോഴും തുടർന്ന കാഴ്ചയാണ് നമ്മൾ മുൻപും കണ്ടിട്ടുള്ളത്. അതൊക്കെ മാറിയോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് PMA സലാമും സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ആദ്യ റൗണ്ടുകളിൽ ലീഗിൻ്റെ വോട്ടുകളുള്ള ഇടത്ത് വോട്ട് ചോർച്ച ഉണ്ടായോ എന്ന ചോദ്യമുണ്ട്. അത് ജയിച്ചാലും, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചാലും അങ്ങനെ തന്നെ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. 5327 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലാണ്. 5000 കടക്കുന്നു ഷൗക്കത്തിന്റെ ലീഡ്. 5327 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. ഷൗക്കത്ത് ആധിപത്യം പുലർത്തുന്നതിന്റെ സൂചനകൾ വരുന്നുണ്ട്. പക്ഷെ ഒന്നോർക്കുക, വരാനിരിക്കുന്നത് LDFന് കൂടുതൽ സ്വാധീനമുള്ള ഇടങ്ങളാണ്. അവിടെ ശിവദാസ് കന്മനം ഒപ്പം ചേരുന്നുണ്ട്. ശിവദാസ്, ഇപ്പോൾ വലിയ ആശ്വാസമാണോ UDFന്, ഷൗക്കത്തിന്? 5000 കടന്നല്ലോ ലീഡുന്നില്ല. ഇത്രയാണോ പ്രതീക്ഷിച്ചത്, അതോ അവിടെയും വിള്ളലുണ്ടായോ? കൃഷ്ണരാജ്, ഇപ്പോൾ 6 റൗണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ 5000-ൽ കൂടുതൽ വോട്ടുകൾ ലീഡ് ഭൂരിപക്ഷം ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് വഴിക്കടവ് പഞ്ചായത്തും മൂത്തേടം പഞ്ചായത്തുകളും ആണ് ഇപ്പോൾ പൂർണ്ണമായും എണ്ണിക്കഴിഞ്ഞിരിക്കുന്നത്. എടക്കര പഞ്ചായത്തിലെ വോട്ടുകളാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വഴിക്കടവ് പഞ്ചായത്തും മൂത്തേടം പഞ്ചായത്തും നിലവിൽ ഭരിക്കുന്നത് UDF തന്നെയാണ്. ഏറ്റവും കൂടുതൽ UDFനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് വഴിക്കടവ് പഞ്ചായത്ത്. ഈ പഞ്ചായത്തിൽ നിന്നും അവർക്ക് മോശമല്ലാത്ത രീതിയിൽ തന്നെ അവർക്ക് വോട്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ പ്രതീക്ഷിച്ച ആ ഒരു നിലയിലേക്ക് വോട്ട് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ പഞ്ചായത്തുകളിലെല്ലാം തന്നെ അൻവർ ഒരു സ്വാധീന ശക്തിയായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് മാത്രം അദ്ദേഹം 2000-ൽ കൂടുതൽ വോട്ടുകൾ അൻവർ പിടിച്ചിട്ടുണ്ട്. മൂത്തേടത്ത് പഞ്ചായത്തിലും അൻവർ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്, നിർണായകമായ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു UDFിൽ നിന്നുള്ള വോട്ടുകൾ ഒരുപക്ഷെ അൻവറിലേക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് UDF ക്യാമ്പ്. എന്തായാലും UDF പ്രതീക്ഷിച്ച ആ ഒരു നിലയിലേക്ക് ഇപ്പോൾ നിലവിലുള്ള അവരുടെ ഭൂരിപക്ഷം എത്തിയിട്ടില്ല. UDF ക്യാമ്പ് ഇപ്പോൾ ആഹ്ലാദം തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ പ്രധാനമായും UDFിന്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന പഞ്ചായത്തുകളിലെ വോട്ടുകളാണ് ഇപ്പോൾ നിലവിൽ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ശിവദാസ്, ഇപ്പോൾ ഈ എടക്കര UDF പ്രതീക്ഷിച്ച പോലെയാണോ കാര്യങ്ങൾ പോകുന്നത്? ലീഡ് ഉയരുന്നതുകൊണ്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ കൃഷ്ണരാജ് 5156 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്, ലീഡാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് ഉള്ളത്. അതായത് എടക്കര പഞ്ചായത്തിലെ വോട്ടുകളാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. 8ാം റൗണ്ടിലേക്കാണ് ഇപ്പോൾ വോട്ടെണ്ണൽ എത്തിയിരിക്കുന്നത്. അതായത് 2 പഞ്ചായത്ത് കഴിഞ്ഞ് 3ാമത്തെ പഞ്ചായത്ത് ആണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഈ എടക്കര പഞ്ചായത്ത് സ്വാഭാവികമായും ഈ എടക്കര പഞ്ചായത്തും UDFന് സ്വാധീനമുള്ള അവരുടെ ഒരു ശക്തി കേന്ദ്രങ്ങളാണ്. കോൺഗ്രസും അതേപോലെ തന്നെ
മുസ്ലിം ലീഗും ഈ രണ്ട് UDF മുന്നണികൾക്കും ശക്തിയുള്ള ഒരു കേന്ദ്രം കൂടിയാണ് എടക്കര പഞ്ചായത്ത്. സ്വാഭാവികമായും അവർ ഇവിടെ 2000-ൽ കൂടുതൽ വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷം മിനിമം ഈ ഒരു എടക്കര പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ വഴിക്കടവ് പഞ്ചായത്തിലും പ്രതീക്ഷിച്ചിരുന്നു. മൂത്തേടം UDFന്റെ ശക്തി കേന്ദ്രം ആണെങ്കിൽ പോലും അവിടെ LDF-നും സ്വാധീനമുള്ള ഒരു 5327 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. ആര്യാടൻ ജൂനിയർ മുന്നിലാണ്. 5327 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. അവിടെ സ്വരാജ് രണ്ടാമത് 8961 വോട്ടുകൾ നേടിക്കഴിഞ്ഞു.